ഞാൻ ഹൈദരാബാദിൽ നിന്നാണ്. എൻ്റെ പേര് ഷെർലി രാജാണ്. എനിക്ക് കിട്ടിയ റിസൾട്ട് നിങ്ങളോടൊക്കെ ഒന്ന് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. റീന എന്ന് പറയുന്ന ഒരു മാഡമാണ് എനിക്ക് 95 പറ്റി പറഞ്ഞത്. അതിനുശേഷം റീന മാഡം നമ്മുടെ കുമളി STC ലീഡറായിട്ട് നിൽക്കുന്ന നമ്മളെ രാജേഷ് സാറിന് പരിചയപ്പെടുത്തി. സാർ വന്ന് കുറെ ഡീറ്റെയിൽസ് എന്നോട് 95 പറ്റി പറഞ്ഞു. ഞാൻ അത്ര ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചില്ല. പക്ഷെ സാറിന്റെ വാക്കുകൾ വന്ന് എനിക്ക് അന്ന് കഴിച്ചു നോക്കണമെന്നുള്ള ഒരു ആഗ്രഹം തോന്നി. പുള്ളിക്കാരൻ പറയുന്നത് കേട്ടിട്ട് പറ്റത്തില്ല എന്ന് എനിക്ക് പറയാൻ പറ്റിയില്ല. അതിനുവേണ്ടി ഞാൻ മേടിച്ചു, കഴിച്ചു. അതിന്റെ റിസൾട്ട് എനിക്കൊരു 7 വർഷമായിട്ട് ആർത്രൈറ്റീസ് ആയിരുന്നു. ഈ വിരളൊന്നും മടക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇങ്ങനെ ഇരിക്കത്തുള്ളായിരുന്നു. ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് ചൂടുവെള്ളം ഒഴിക്കണം, അതുപോലെ ആയിരുന്നു എല്ലാ ജോയിനും. പക്ഷെ എനിക്കിപ്പോ 90% റിസൾട്ട് കിട്ടി. നിങ്ങൾ തന്നെ എന്റെ കൈകൾ കണ്ടു കാണും രാവിലെ അല്ലെ. എനിക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അത്ര റിസൾട്ട്. അത് മാത്രമല്ല, ശരീരത്തിൽ ഒത്തിരി ചേഞ്ചസ് ഒക്കെ വന്നു. ഞാൻ ഉടനെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ബിസിനസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല. എനിക്ക് റിസൾട്ട് കിട്ടിയപ്പോ എന്നെ പോലെ പ്രോബ്ലം ഉള്ള ഒരു ഫാമിലി ഫ്രണ്ട് ബാംഗ്ലൂരിലുണ്ട്. അപ്പൊ പുള്ളിക്കാരത്തി ഇത്തിരി സീരിയസ് ആയിരുന്നു. പുള്ളിക്കാരിയോട് അത് പറഞ്ഞു. കുമിത, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുമിത രാമനാഥ്. പുള്ളിക്കാരത്തി അയച്ചു. പുള്ളിക്കാരത്തി ലാംഗ്വേജ് തമിഴ് ആയതുകൊണ്ട് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പുള്ളിക്കാരത്തിയുടെ റിസൾട്ട്, പുള്ളിക്കാരത്തിയുടെ ഫാറ്റി ലിവർ ഗ്രേഡ് 2 ആയിരുന്നു. 95 കഴിച്ചു. അതിനുശേഷം ഗ്രേഡ് 1 HbA1c 7.2 ആയിരുന്നു. വിത്തിൻ 3 months വന്ന് 6.1 കഴിക്കും. അതുമല്ലാതെ ഒരു 40-45 വർഷം അലർജി ഉണ്ടായിരുന്നത് കൊണ്ട് മീൻ കഴിക്കത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം പുള്ളിക്കാരൻ ധൈര്യമായിട്ട് മീൻ കഴിക്കുന്നു. ഇത് മെയിൻ റിസൾട്ടാണ്. അതല്ലാതെ ഇതിന് ശേഷം പിന്നെ ഞാൻ ഇത് നമുക്ക് റിസൾട്ട് കിട്ടി. ഇനി പലരോടും പറയണം, ആ ഒറ്റ ഒരു ആഗ്രഹത്തോടെ. പലരുടെ ജീവിതത്തിലും സന്തോഷമായിട്ട് അവർ ജീവിക്കണം, പല ആഹാരങ്ങളും അവർ കഴിക്കണം. ആ ഒറ്റ ഒരു ഉദ്ദേശത്തോടെ ഞാനും പലരോടും, എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, എൻ്റെ ചേച്ചിമാരും, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, എല്ലാവരുടെ അടുത്തും അങ്ങനെ പറയാൻ തുടങ്ങി. അങ്ങനെ ഇന്ന് ഈ പ്രോഡക്റ്റ് വന്ന് ഇപ്പൊ ഞാനിവിടെ ഇരിക്കുന്ന ഹൈദരാബാദില്, പിന്നെ ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിൽ, അതായത് ചെന്നൈ, കോയമ്പത്തൂർ, ഇടുക്കിയിൽ, കേരളത്തിൽ ഇടുക്കിയിൽ, ബോംബെ, ബാംഗ്ലൂർ, ഇന്ത്യയിലുള്ള പല സ്ഥലത്ത് നമ്മുടെ പ്രോഡക്റ്റ് കൊണ്ടുപോകുന്നുണ്ട്. അതുമല്ലാതെ ഇന്ത്യയുടെ പുറത്ത് ഇസ്രായേലില്, ലണ്ടനില് നമ്മുടെ പ്രോഡക്റ്റ് ഒക്കെ ഉപയോഗിച്ച് നല്ല റിസൾട്ട് ഉണ്ട്. കൂടുതലായിട്ട് പറയാൻ പറ്റാത്തതാണ് ഷോർട്ടായിട്ട് പറഞ്ഞു. അപ്പൊ എന്റെ ലാസ്റ്റ് ഒരു വാക്കാണ്, ഞാൻ മെയിനായിട്ട് ഇതിലെന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ, ഈ ബിസിനസ് പിടിക്കാൻ കാരണം, ഇന്ന് സ്വാർത്ഥത നിറഞ്ഞ ഈ ലോകത്ത് നിസ്വാർത്ഥത ഉള്ള ഒരു കുടുംബാംഗങ്ങളുടെ കൂടെ ബിസിനസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ച ഒരേ ഒരു പോയിന്റാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയില്ല, ലോകത്ത് ആരും വിശ്വസിക്കാൻ പറ്റത്തില്ല, നമ്മളെ കളിപ്പിക്കും. പക്ഷെ അതൊന്നും മാത്രം ഞാൻ മനസ്സിലാക്കി. നമ്മുടെ ലീഡേഴ്സ്, ദിനേശ് സാർ എന്നോട് സംസാരിച്ചിട്ടുണ്ട്, രാജേഷ് സാർ, അവരുടെയൊക്കെ വാക്കുകളൊക്കെ ഞാൻ മനസ്സിലാക്കിയത് അതാണ്. ഒറ്റൊരു കാരണത്തോടെയാണ് ഞാൻ ചെയ്യുന്നത്. പലരോടും ഞാൻ പറയുന്നത് ഇതാണ്. എനിക്ക് ഒത്തിരി ടച്ചായത്. താങ്ക് യു സാറേ, എനിക്ക് ഇങ്ങനെ ഒരു ചാൻസ് തന്ന് നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ ഇരുന്ന് സംസാരിക്കാൻ എനിക്കൊരു ചാൻസ് തന്നതിന് ഒത്തിരി നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാഡം. ശരിക്കും